السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നത് ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ്. വാസ്തവത്തിൽ ഞാൻ ഇന്ന് ഒരു ദർസ് എന്ന നിലയിൽ വന്നു ചേർന്നതായിരുന്നില്ല, മറിച്ച് ഒരു യാത്രക്കിടയിൽ ഇവിടെ നമ്മുടെ സഹോദരങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെ കാണാനുള്ള താല്പര്യത്തിലും അവരുടെ കൂടെ ഏതാനും സമയം ചെലവഴിക്കാം, അള്ളാഹുവിനെ കുറിച്ച് പറയാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള സദസ്സ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിനെ കുറിച്ച് പറയുക, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക, അതൊക്കെ മനസ്സിന് വലിയ സന്തോഷം നൽകേണ്ട കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറതൻ ഫുദുല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയിൽ ചില മലക്കുകളെ നിയോഗിക്കും. എൻ്റെ സഹോദരങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സമയമെടുത്ത് ഞാൻ ചടപ്പിക്കില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിക്ക് ചിന്തിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടാണ് പറയുന്നത് എന്ന ബോധ്യത്തിൽ നാം കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. പ്രവാചകൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ചില മലായികത്തുകളെ നിയോഗിക്കും. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറതൻ ഫുദുല. ചില ആളുകളെ ചില മലക്കുകളെ അല്ലാഹു അയക്കും. എന്താണ് അവരുടെ ജോലി? മലക്കുകൾക്ക് വ്യത്യസ്ത ജോലികളുണ്ട്. അർശുകൾ ചുമക്കുന്ന മലക്കുണ്ട്, മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിലേക്ക് നിയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നാൽ യതതബ്ബഊന മജാലിസ ദിക്ർ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകൾ കണ്ടാൽ അല്ലെങ്കിൽ ആ മജ്ലിസുകൾ തേടിയായിരിക്കും അവരുടെ അന്വേഷണം. ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയുന്ന മജ്ലിസുകളാണ് അവർ അന്വേഷിച്ച് നടക്കുന്നത്. ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ ഖഅദു മഅഹും. അത്തരത്തിലുള്ള ഒരു മജ്ലിസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ മജ്ലിസുകളിൽ ആ മലക്കുകൾ സന്നിഹിതരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഞാനും നിങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അവന്റെ ദീനിനെ കുറിച്ച് പറയാൻ ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് മലക്കുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശേഷം അവിടുന്ന് പറഞ്ഞു, കേവലം ഇരിക്കുക മാത്രമല്ല, അവരുടെ ആധിക്യം കാരണത്താൽ വഹഫ ബഅ്ദുഹും ബഅ്ളൻ, അവർ ചിലർ മറ്റു ചിലരെ അവരുടെ കൂടെ ധാരാളം മലക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി ധാരാളം മലക്കുകൾ ഇരിക്കുന്ന കാരണത്താൽ ഹത്താ മലഉ മാ ബൈന അസ്സമാഇ ദുനിയ വബൈനഹും, ആ ജനങ്ങൾക്കും ഒന്നാനാകാശത്തിനും ഇടയിൽ അവർ നിറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ധാരാളക്കണക്കിന് മലക്കുകൾ. നാം ഒരു പക്ഷെ ഒരു ദർസിന് വേണ്ടി പോയാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ കുറവാണെങ്കിൽ പോലും ആ സദസ്സുകളിൽ അനേകം മലക്കുകൾ, ഒന്നാനാകാശം മുട്ടേ നിൽക്കുന്ന മലക്കുകൾ സന്നിഹിതരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശേഷം എന്ത് സംഭവിക്കും? ഞാനത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില നസീഹത്തുകളിലേക്ക് ഞാൻ വരാം. ശേഷം എന്ത് സംഭവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മലക്കുകൾ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുല്ലാ അബൂ സുറഅത്ത് അർ-റാസിയോട് പറഞ്ഞതുപോലെ, ഒരു ഹദീസ് നീ കേൾക്കുമ്പോൾ നിന്റെ മുന്നിലുള്ള വിരിപ്പ് മാറ്റി നീ നോക്കുമ്പോൾ നിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് പറയുന്നത് പോലെയാണ് ആ ഹദീസുകൾ നീ കേൾക്കുന്നത് എന്ന രൂപത്തിൽ നീ കേൾക്കുക. ഈ ഹദീസ് നിങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സഹാബികളായി നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഹദീസുകൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ തഫറഖു, ആ മജ്ലിസ് കഴിഞ്ഞവർ പോയാൽ, അറജു ഇല സമാ, അവർ ആകാശത്തേക്ക് കയറും, അല്ലാഹുവിനരികിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മിൻ ഐന അതൈതും മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്യുകയായിരുന്നു? അല്ലാഹുവിന് അവരെ അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദ്. അല്ലാഹുവേ, നിന്നെ കുറിച്ച് പറയുന്ന ചില അടിമകൾ, ചില നല്ലവരായ ആളുകൾ, ചില സാധുക്കളായ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു.
അവരുടെ സമീപത്ത് നിന്നാണ് നാം വരുന്നത്. ശേഷം അവർ പറയും യഹ്മദൂനക് വയുകബ്ബിറൂനക് വയുഹല്ലിലൂനക് വയുസബ്ബിഹൂനക്. റബ്ബേ, അവർ പരസ്പരം ഇരുന്ന്, അവർ കൂട്ടമായി ഇരുന്ന് നിന്നെ കുറിച്ച് പറയുകയാണ്, നിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ പരിശുദ്ധനാക്കുന്നു. ഇതാണ് അവരുടെ സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം? ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. നാമും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരുന്നവരാണെങ്കിൽ ഈ സദസ്സിനെ കുറിച്ച് റബ്ബിനരികിൽ സംസാരിക്കപ്പെടും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു അവരോട് ചോദിക്കും, എന്താണ് അവരുടെ ഉദ്ദേശം? അവരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ദർസുകൾ കേൾക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയും, റബ്ബേ യസ്അലൂന ജന്നതക്. അവർക്കൊരൊറ്റ ആവശ്യമുള്ളൂ, അവർ നിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ വന്നിരിക്കുന്നതും നമ്മുടെ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതും ഒരേ ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്, അള്ളാഹുവിന്റെ അരികിൽ സ്വർഗം ലഭിക്കണം. അള്ളാഹുവെ, അവർ നിന്റെ സ്വർഗം ചോദിക്കുകയാണ്. ശേഷം അള്ളാഹു പറയും, മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, നരകത്തെ തൊട്ട് അവർ കാവൽ ചോദിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? മലക്കുകൾ പറയും, അള്ളാഹുവെ, അവരിതാ നിന്നോട് പാപമോചനം ചോദിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നീ അത് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അള്ളാഹു മലക്കുകളോട് ആ സാഹചര്യത്തിൽ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനിതാ അവർക്ക് സ്വർഗം നൽകാമെന്ന വാഗ്ദാനം നൽകുന്നു, ഞാനിതാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു, അവരുടെ പാപങ്ങളും ഞാനിതാ വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നു. ഈ സംഭാഷണം കഴിയുന്നു. ഈ സംഭാഷണത്തിന് ശേഷം മലക്കുകൾ അള്ളാഹുവിനോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശരിക്ക് ചിന്തിക്കാനും നമ്മുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊത്തിവെക്കാനും ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സംഭാഷണ ശേഷം മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, യാ റബ്ബി ഫീഹിം അബ്ദുൻ ഖത്താ. ഒരാളുണ്ടായിരുന്നു. അവർ ധാരാളം ആളുകൾ ഇങ്ങനെ സദസ്സിൽ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അബ്ദുൻ ഖത്താ, ധാരാളം പാപങ്ങൾ ചെയ്ത, അനേകം പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു വ്യക്തിയാണവൻ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ മജ്ലിസ് ഉദ്ദേശിച്ചു വന്നവനല്ല. ഫമർറ ബിമജ്ലിസിഹിം, ഈ മജ്ലിസിലൂടെ അവൻ കടന്നു പോകുമ്പോൾ ആരും അവനോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, ദീന് പറയുന്ന ഒരു മജ്ലിസ് അവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്നതാണ്. അവൻ ധാരാളം പാപങ്ങൾ ചെയ്യുന്നവനാണ്, ഈ മജ്ലിസ് ഒട്ട് ഉദ്ദേശിച്ചു വന്നവനുമല്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു മലക്കുകളോട് തിരിച്ചു പറയുന്ന മറുപടിയുണ്ട്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും. അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള സദസ്സുകളിൽ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്നവരും ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ മഹത്വമാണ്! റബ്ബിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകളിൽ ഇരുന്നാൽ നമുക്ക് സ്വർഗം ലഭിക്കും, നരകമോചനം ലഭിക്കും, നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. ഇനി അഥവാ അതിലൂടെ കടന്നു പോകുന്നവൻ കയറി അതിലിരുന്നാൽ പോലും അവന് ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, അവൻ ഖേദിക്കേണ്ടി വരില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ മജ്ലിസിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടാകണം. ഇതാ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ എന്നെക്കുറിച്ച്, ഈ മജ്ലിസ് കഴിഞ്ഞ് മലക്കുകൾ അള്ളാഹുവിനരികിലേക്ക് പോകുമ്പോൾ എന്നെക്കുറിച്ച്, ഈ മജ്ലിസിൽ ഇരുന്ന എന്നെക്കുറിച്ച് അള്ളാഹു സംസാരിക്കും. മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹു നമുക്ക് സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസുകളൊക്കെ ഈ അർത്ഥത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതല്ലാതെ ഇന്ന് പലർക്കും സംഭവിക്കുന്ന വലിയ വീഴ്ച എന്താണ്? ഒരു ഹദീസ് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നതിലപ്പുറം ഇത് എന്നോടാണ് പറയുന്നത് എന്ന ബോധ്യത്തിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇത് എന്നോടാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂ സുറഅത്ത് റാസിയോട് യഹ്യ ഇബ്നു ബുക്കൈർ പറഞ്ഞിരിക്കുന്ന വാക്യം, പ്രിയപ്പെട്ടവരെ, ഇനി എത്ര ദർസുകൾ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. യഹ്യ ഇബ്നു ബുക്കൈർ പറയുന്നു, ഒരു ഹദീസ് നീ കേൾക്കുമ്പോൾ നിന്റെ മുന്നിലുള്ള ഒരു വിരി നീ മാറ്റുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഒരു വിരിയുണ്ട്. നമ്മുടെ സാധാരണ ജീവിതം നാം ജീവിച്ചു തീർക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇതാ നമ്മൾ പോകുന്നു, അവിടുന്ന് ക്ലാസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പുസ്തകം നിങ്ങൾ വായിക്കുന്നു, അവിടെ നിങ്ങൾ കാണുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു എന്ന് നിങ്ങൾ അവിടെ കണ്ടാൽ, നിങ്ങളുടെ മുന്നിലുള്ള വിരി നിങ്ങൾ നീക്കി നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്നതുപോലെയാണ് നിങ്ങൾ ഹദീസുകൾ കേൾക്കേണ്ടത് എന്ന് യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുല്ലാഹ് പറയുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ശ്രമിക്കണം. ഇത് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്നൊരു ദിവസം സാധിക്കണമെന്നില്ല, ധാരാളം പരിശ്രമിക്കേണ്ടി വരും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലക്ക് സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ കത്തെഴുതിയതുപോലെ, എത്രത്തോളം സത്യസന്ധമായ നിയ്യത്ത് നിന്റെ മനസ്സിലുണ്ടോ അത്രത്തോളം നിനക്ക് നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിന് സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ കത്തെഴുതിയതായി ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹുദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ദർസിന്റെ അവസാനം വരെ ഉണ്ടാകണം. ഈ ദർസ് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എന്റെ റബ്ബ് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരും എന്ന ബോധ്യത്തോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ നാം കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മുമ്പറിയുന്നത് പോലെ തന്നെ ചില ഉപദേശങ്ങളാണ്. ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഞാൻ നിങ്ങളെക്കാളും മികച്ച ഒരാളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ജനങ്ങളെല്ലാവരും നാശത്തിലും നഷ്ടത്തിലുമാണ് എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നന്മ കൊണ്ടും അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശം കൈമാറുകയും ചെയ്തവരൊഴികെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ഭാഗമായി ചില നസീഹത്തുകൾ പരസ്പരം കൈമാറുക എന്നത് മാത്രമാണ് ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കുവാനും ജീവിതത്തിലെ അമലിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും അബൂ ദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന മൻ കാന ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 ഫിർഖ വഇന്ന ഹാദിഹിൽ ഉമ്മ സതഫ്തരിഖു അലാ 73 ഫിർഖ 72 في النار وواحدة في الجماعة وواحدة في النار واحدة في الجنة وهي الجماعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ ഈ സമുദായം പൂർവ്വകാലഘട്ടത്തിലെ സമുദായങ്ങൾ 72 കക്ഷികളായി തിരിഞ്ഞതുപോലെ എൻ്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി തിരിയും. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം, എൻ്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി തിരിയും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിൽ 72 കക്ഷികളും നരകാവകാശികളാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെടുന്നു, ഏതാണ് പ്രവാചകരെ ആ വിഭാഗം? അവിടുന്ന് പറയുന്നു, വഹിയൽ ജമാഅ, അത് ജമാഅത്താണ്. ചില റിവായത്തുകളിൽ സ്വഹാബത്തിന്റെയും എന്റെയും മാർഗം പിൻപറ്റുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അവിടുന്ന് ഹദീസിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു, وإنه سيخرج من أمتي أقوام تجارى بهم الأهواء كما يتجارى الكلب لصاحبه لا يبقى منه عرق ولا مفصل إلا دخله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ, ജൂത നസാറ വിഭാഗം ധാരാളം കക്ഷികളായി 72 പരം കക്ഷികളായി അവർ വേർതിരിഞ്ഞു. അവരിൽ വ്യത്യസ്ത സംഘങ്ങളായി. എന്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി എന്റെ ഈ ഉമ്മത്ത് മാറും. അതിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഒരൊറ്റ വിഭാഗം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. എന്റെ ഈ ഉമ്മത്ത് 72 കക്ഷികളാകും അല്ലെങ്കിൽ 73 കക്ഷികളാകും എന്ന് പറഞ്ഞാൽ ഏതുമ്മത്താണ് ഉദ്ദേശം? പ്രവാചകൻ ദഅവത്ത് ചെയ്ത വിഭാഗമാണോ അതല്ല പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ച വിഭാഗമാണോ? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ, പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ 73 കക്ഷികളായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശേഷം ആ ഹദീസിന്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് പറഞ്ഞു, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മതി അഖ്വാം, ചില ആളുകൾ എന്റെ സമുദായത്തിൽ വരും, തജാറാ ബിഹിമുൽ അഹ്വാ, ദേഹേച്ഛകളായിരിക്കും അവരെ വഴി നടത്തുക. അവർക്ക് അവരുടെ മാർഗം നയിക്കുന്നത് അവരുടെ ദേഹേച്ഛകളാണ്. എന്താണോ അവർ ഇഷ്ടപ്പെടുന്നത്, അവരുടെ ദേഹേച്ഛകൾ അനുസരിച്ചാണ് അവർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കമാ യതജാറൽ കലബു ലിസാഹിബി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യാപ്തിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. കലബ് എന്ന് പറയുന്ന രോഗം, അത് മൃഗങ്ങൾക്കൊക്കെ ശരീരത്തിൽ ബാധിക്കുന്ന രോഗമാണ്. അത് ശരീരത്തിൽ ഒന്നടങ്കം
വ്യാപിക്കുന്ന രോഗമാണ്. അപ്രകാരം ദേഹേച്ഛകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമുദായം, ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ നിന്നുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശേഷം വീണ്ടും പറയുന്നു, ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മിഫ്സലുൻ ഇല്ലാ ദഖല. ശരീരത്തിന്റെ ഓരോരോ സെല്ലുകളിലേക്കും ഓരോരോ ഭാഗങ്ങളിലേക്കും അത് കടന്നുകൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകും. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഹാഫിദ് അൽ ഇറാഖി അദ്ദേഹത്തിന്റെ അൽ ബാഇസ് അലൽ ഖലാസിലും ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിലും ഒക്കെ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ചിരിക്കുന്ന ആ വിഭാഗം ഉമ്മത്തുൽ ഇസ്തിജാബ, അവർ 73 കക്ഷികളായി 73 വിഭാഗങ്ങളായി മാറും. ധാരാളം കക്ഷികൾ അവരിൽ നിന്ന് ഉടലെടുക്കും. അതിൽ നിന്ന് വിജയിക്കുന്നത് ഒരൊറ്റ കക്ഷി മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ദീനിൽ, എന്റെ സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുന്നതാണ്. അതിത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഹദീസ് പ്രവാചകൻ പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? വ്യത്യസ്ത കക്ഷികളായിട്ടുണ്ടോ? കക്ഷികളായിട്ടില്ല. അന്ന് മുസ്ലിമുകൾ ഒരൊറ്റ വിഭാഗമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് പ്രകടമാണ്. അവിടുന്ന് ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, എനിക്ക് ശേഷം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി തീരുന്നതാണ്. ഈ 73 കക്ഷികൾ, പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിച്ചവരിൽ നിന്ന് 73 വിഭാഗം, അവരെല്ലാവരും കാഫിര്യങ്ങളാണോ? അല്ല. അവരെല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരല്ല എന്ന വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മിൻഹാജുസ് സുന്നയിൽ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ഖത്താബി മആലിമുസ് സുനനിൽ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്രകാരം ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാമിൽ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. അവരെല്ലാവരും കാഫിര്യങ്ങളല്ല, മറിച്ച് പ്രവാചകന്റെ ദഅവത്ത് അംഗീകരിക്കുകയും മുസ്ലിമാവുകയും പിന്നീട് ദേഹേച്ഛകളെ പിൻപറ്റിയ കാരണത്താൽ അവർ വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വിഷയം, പ്രവാചകൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. തയ്യിബ്, ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എല്ലാവരും നശിക്കും, ഒരു വിഭാഗം ഒഴികെ. ആരാണ് ആ ഒരു വിഭാഗം? എങ്ങനെയാണ് അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അബ്ദുറഹ്മാൻ ഇബ്നു അംർ അസ്-സുലമിയും അലി ഇബ്നു ഹുജ്റും ഒരിക്കൽ മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇർബാദ് ഇബ്നു സാരിയ മഹാനായ സഹാബിയാണ്. മഹാനായ ആ സഹാബിയോട് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. പഠിക്കാൻ വന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫവഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയുള്ള ഉപദേശങ്ങളാണ്? ദരിഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ആ ഉപദേശങ്ങൾ കേട്ടപ്പോൾ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. വവജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾ ഭയം കാരണത്താൽ ഹൃദയമെടുപ്പ് കൂടാൻ വേണ്ടി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഅ. പ്രവാചകരെ, താങ്കളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ താങ്കൾ ഞങ്ങളെ വിട്ടുപിരിയാൻ പോകുന്നു എന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഫമാദാ തഅഹദു ഇലൈന, എന്താണ് താങ്കൾക്ക് നമ്മോട് പറയാനുള്ള നസീഹത്ത്? താങ്കൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് മുറുകെ പിടിക്കാൻ താങ്കൾക്ക് എന്ത് നമ്മോട് പറഞ്ഞു തരാനുണ്ട്? സഹാബികൾ അന്ന് ചോദിച്ചു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണും. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാണോ പറഞ്ഞത്? അല്ല, കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാം. എല്ലാവരും പറയും അവർ ഹഖിന്റെ ആളുകളാണ്, എല്ലാവരും പറയും അവരാണ് ശരിയായ മാർഗത്തിലുള്ള ആളുകൾ. ഇങ്ങനെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തുകളും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്,
കേവലം മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കണം. അണപ്പല്ലിന്റെ പ്രത്യേകത എന്താ? കടിച്ചു പിടിച്ചാൽ അത് ഊരിയെടുക്കാൻ പ്രയാസമാണ്. അപ്പൊ ആ നിലയിൽ നിങ്ങൾ ശക്തമായി അത് മുറുകെ പിടിക്കണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം എന്റെ സമുദായത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരും, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മാർഗം എന്താണ്? പ്രവാചകന്റെ സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ബാക്കിയുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതിൽ കാണാം, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. ജനങ്ങളിൽ എത്ര തന്നെ ഭിന്നിപ്പുണ്ടായാലും ഒരു വിഭാഗം ആളുകൾ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഖത്ത റസൂലുള്ളാഹി ഖത്തൻ മുസ്തഖീമ, ഒരു വര വരച്ചു, നേരെയുള്ള വര. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, അതിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ധാരാളം വരകൾ വരച്ചു. നിങ്ങൾ ശരിക്കും ആ ഉദാഹരണം ചിന്തിക്കുക. ഒരു വര വരച്ചു, എന്നിട്ട് പറഞ്ഞു ഇതാണ് ശരിയായ മാർഗം. വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ധാരാളം വരകൾ വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതൊക്കെ വ്യത്യസ്ത വഴികളാണ്, ഇതൊക്കെ വ്യത്യസ്ത വഴികളാണ്. ഈ വഴികളുടെ പ്രത്യേകത എന്താണ്? ഇത് നിങ്ങളെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന വഴികളാണ്. ഈ വഴികൾ അടഞ്ഞിരിക്കുന്ന വഴികളാണോ? ആരും ആ വഴിയിൽ പ്രവേശിക്കാതെയുള്ള വഴികളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ ഓരോരോ വഴികളിലും അതിലേക്ക് ക്ഷണിക്കുന്ന പിശാചുക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോരോ വഴികളിലും ധാരാളം ആളുകൾ ഉണ്ടാകും അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ. അതൊരിക്കലും അടഞ്ഞിരിക്കുന്ന അധ്യായമല്ല, മറിച്ച് നിങ്ങൾ നേരായ മാർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വഴിയിലേക്ക് കൊണ്ടുപോകാൻ, വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ, ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പരിശ്രമങ്ങൾ നടക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുക, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. ഒരു വഴിയിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല. നേരെയുള്ള മാർഗത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ സഞ്ചാരം. വലതിലേക്കും ഇടതിലേക്കും പോകാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ്, യതജാറാ ബിഹിമുൽ അഹ്വാ കമാ യതജാറൽ കലബു ലിസാഹിബി, രോഗം എങ്ങനെയാണോ ശരീരത്തിൽ പടർന്നു പിടിക്കുന്നത് അപ്രകാരം ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ശുബ്ഹത്തുകൾ, സംശയങ്ങൾ, വ്യത്യസ്തമായ വഴികൾ നിങ്ങളുടെ മുന്നിൽ വരും. ഓരോരോ ആളുകളും നിങ്ങളോട് പറയും ഇതാണ് ശരിയായ മാർഗം, ഇതാണ് ശരിയായ മാർഗം. ഇതൊക്കെ നിങ്ങളോട് പറയപ്പെട്ടാലും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും പോകുന്ന നേരായ മാർഗം, ആ മാർഗത്തിലായിരിക്കണം നിങ്ങളുടെ സഞ്ചാരം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന الناس يسألون رسول الله عن الخير, ജനങ്ങൾ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് നന്മയെ കുറിച്ച് ചോദിക്കും. വകുന്തു അസ്അലു അനി ശർ, ഞാൻ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പ്രവാചകനോട് തിന്മയെ കുറിച്ച് ചോദിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, ഇന്നാ കുന്നാ ഫീ ജാഹിലിയത്തിൻ വശർ, പ്രവാചകരെ ഞങ്ങൾ ജാഹിലിയത്തിൽ ജീവിച്ചവരാണ്. ഇന്നിതാ അള്ളാഹു നമുക്ക് ഇസ്ലാം നൽകിയിരിക്കുന്നു. ഇനി ഈ ഷർറിന് ശേഷം ലഭിച്ചിരിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഖൈറിന് ശേഷം അടുത്തൊരു ഷർറ് വരാൻ സാധ്യതയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷർറ് വരും. പ്രവാചകരെ അതിനുശേഷം പിന്നീട് ഒരു ഖൈറിനെ പ്രതീക്ഷിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പിന്നീട് മറ്റൊരു ഖൈർ വരും. പക്ഷേ വഫീഹി ദഖൻ, അന്ന് വരുന്ന ഖൈറിന്, സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലഘട്ടം കഴിഞ്ഞു വരുന്ന ഖൈറിന് അതിൽ തിന്മകളുടെ കളങ്കങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ അതിനുശേഷം വരുന്ന ഖൈർ ലഭ്യമാണോ? അല്ല, ഈ നന്മയും തിന്മയും കൂടിക്കലരുന്ന സാഹചര്യത്തിന് ശേഷം മറ്റൊരു തിന്മ വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും തിന്മ വരും. ശേഷം പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു, ദുആഅത്തുൻ അലാ അബ്വാബി ജഹന്നം, പിന്നീട് വരുന്ന തിന്മകൾ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന ദാഇമാർ ലോകത്തുടലെടുക്കും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വ്യത്യസ്ത വഴികൾ. ഈ വഴികളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ദാഇമാർ ലോകത്തുടലെടുക്കും. എങ്ങനെയാണ് അവരെ മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ,
നമ്മെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന അവരെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എളുപ്പമാണോ മനസ്സിലാക്കാൻ? ഇന്ന് ചില ആളുകൾ പറയുന്നില്ലേ, ധാരാളം മാർഗങ്ങളുണ്ട്, ധാരാളം ആളുകളുണ്ട്, എല്ലാവരും പറയുന്നു അവരാണ് ഹക്കിന്റെ ആളുകൾ. സഹാബികൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, എങ്ങനെയാണ് നേരായ മാർഗം മനസ്സിലാക്കാൻ സാധിക്കുക? അതിന്റെ പ്രയാസം മനസ്സിലാക്കി തരുന്ന മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരക കവാടങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ദാഇമാർ ലോകത്തുണ്ടാകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൈഫ പറഞ്ഞു, സിഫ്ഹും ലനാ, അവരെങ്ങനെയായിരിക്കും പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും മിൻ ജിൽദതിനാ, അവർ നമ്മിൽപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ദാഇമാർ ഈ നേരായ മാർഗത്തിൽ നിന്ന് വലതിലേക്കും ഇടതിലേക്കും നിങ്ങളെ നയിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. വയതകല്ലമൂന ബിഅൽസിനതിനാ, അവർ പറയുന്ന വാക്കുകൾ ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്നായിരിക്കും. ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ വഴികേടിലാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞിരിക്കുന്ന ഹദീസുകളൊക്കെ കൂട്ടി നിങ്ങൾ വായിച്ചാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അഥവാ ഈ സമുദായത്തിൽ ഒരു രോഗമുണ്ടാകും. ആ രോഗത്തിനുള്ള പ്രതിവിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെയും സ്വഹാബത്തിന്റെയും മാർഗം നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ സ്വസ്ഥമായി നിങ്ങൾക്ക് അങ്ങ് പോകാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, 5 വർഷം ശരിയായ ദീനിൽ ജീവിച്ച ഒരു വ്യക്തി 6ാമത്തെ വർഷം തെറ്റിപ്പോകില്ല എന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. എന്തുകൊണ്ട്? വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും വരകൾ വരച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന വഴികൾ അവിടെയുണ്ട്. അടഞ്ഞിരിക്കുന്ന വഴികളല്ല, അതിലൊക്കെ ദാഇമാരുണ്ട്. എന്താണ് ഈ ദാഇമാരുടെ പ്രത്യേകത? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ, ഹും മിൻ ജിൽദതിനാ, അവർ മുസ്ലിമീങ്ങളാണെന്ന് പറയും, അവർ തൗഹീദിന്റെ വക്താക്കളാണെന്ന് പറയും. യതകല്ലമൂന ബിഅൽസിനതിനാ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി വെച്ചുകൊണ്ടായിരിക്കും അവരുടെ സംസാരം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത് എന്താ? നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, പ്രവാചകൻ പറഞ്ഞു, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, നേരായ വ്യക്തമായ ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, ഇങ്ങനെ വലതിലേക്കും ഇടതിലേക്കും ധാരാളം വഴികളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവ് പറയാനൊന്നും സാധ്യമല്ല. എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത്? ലൈലുഹാ കനഹാരിഹാ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിട്ടേച്ചു പോകുന്ന മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ രാത്രി പകല് പോലെ വ്യക്തമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ നശിച്ചവൻ മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസുകളൊക്കെ വെച്ച് ഒരു രൂപമുണ്ടാകണം. നേരായ ഒരു മാർഗം, അതിൽ നിന്ന് തെറ്റിക്കുന്ന മാർഗങ്ങൾ, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മാർഗത്തിന് അസ്സലഫിയ്യ എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ മാർഗം. മുൻഗാമികളുടെ മാർഗം, അതിനാണ് അദ്ദഅവതു സലഫിയ്യ അല്ലെങ്കിൽ മൻഹജു സലഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. മനസ്സിലായോ? ഇപ്പൊ സലഫി ദഅവത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കുള്ള ദഅവത്തല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു സംഘടനയിലേക്കുള്ള ദഅവത്തല്ല. മറിച്ച് ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന ദഅവത്തിന്റെ പേരാണ് അദ്ദഅവതു സലഫിയ്യ. അതാണ് സലഫി ദഅവത്ത്. ഒരു വ്യക്തി പറയാണ്, ഞാൻ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സലഫി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. സഹാബത്തിന്റെ മാർഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന വലതു ഭാഗങ്ങളിലേക്കും ഇടതു ഭാഗങ്ങളിലേക്കും നമ്മെ തെറ്റിക്കുന്ന ദഅവത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏക കാര്യം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗമാണ്. ഇപ്പൊ സലഫി ദഅവത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കൽ നമുക്ക് നിർബന്ധാണോ? ശ്രദ്ധിക്കുക, നിർബന്ധാണോ? സഹാബത്തിന്റെ വഴി മുറുകെ പിടിക്കുക എന്നുള്ളത് നിർബന്ധാണോ? എന്താണ് അതിന്റെ തെളിവ്? ആരാണ് പറയാ? പറയ്.
ആരാണ് പറയാ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കൽ നിർബന്ധമാണെന്നതിനൊരു തെളിവ്? ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തെളിവാണ്. ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല സമുദായം എന്റെ കാലഘട്ടമാണ്, അതിനുശേഷം ശേഷം വരുന്ന കാലഘട്ടം. മറ്റൊരു ആയത്താരാണ് പറയുക? നമ്മളൊക്കെ സലഫിയത്ത് ഇഷ്ടപ്പെടുന്ന വർഷങ്ങളായി ദർസുകൾ കേൾക്കുന്ന ആളുകളാണ്. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ സലഫി മൻഹജ് ശരിയാണ് എന്നതിന്റെ തെളിവ് എന്താണ്? സലഫി മൻഹജിന്റെ അടിസ്ഥാനം സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ മുറുകെ പിടിക്കൽ നിർബന്ധമാണ് എന്നതിന്റെ തെളിവ് എന്താണ്? അഹ്സൻത് വഫഖക അല്ലാഹ് വസ്സാബിഖൂന അൽഅവ്വലൂന മിനൽ മുഹാജിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മറ്റൊന്ന് അഹ്സൻത് വഫഖക അല്ലാഹ്, വളരെ വ്യക്തമായ തെളിവാണ്. അല്ലാഹു പറയുന്നു, ഫൈൻ ആമനു, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ആര് വിശ്വസിച്ചതുപോലെ? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ബിദായത്തു വൻ നിഹായയിൽ ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ട് പറയുന്നതായി കാണാം, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ മാത്രമേ ഒരു വ്യക്തി ഹിദായത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും പ്രവാചകന് എതിരായി നിൽക്കുകയാണെങ്കിൽ, പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചു, അതിനെതിരായ ഒരു കാര്യം ഒരാൾ സ്വീകരിക്കുന്നു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന്റെ സന്മാർഗം മനസ്സിലായതിനു ശേഷവും പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കാതെ അവൻ ജീവിക്കുന്നു, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവനെ അവന്റെ മാർഗത്തിലേക്ക് നാം വിടും, വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് നാം കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഖുർആൻ അവതരിക്കുമ്പോഴുള്ള വിശ്വാസികൾ ആരാണ്? സ്വഹാബികളാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൻ നിസായിലെ ഈ ആയത്താണ് സലഫി മൻഹജിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിർബന്ധമായും ഈ രണ്ടായത്തുകൾ ഓർമ്മയിൽ ഉണ്ടാകണം. ഒന്ന്, സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അത് പഠിക്കണം. ആയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ അത് പഠിക്കണം. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ വചനം, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. റാഷിദ് ബിൻ സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ. റാഗിബുൽ അസ്ഫഹാനി അദ്ദേഹത്തിന്റെ കിതാബുൽ മുഫ്രദാത്തിൽ പറയുന്നതായി കാണാം, മുൻഗാമികളെ കുറിച്ച് പറയാനാണ് സലഫുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഇമാം ദാറഖുത്നിയുടെ ചരിത്രം പറയുമ്പോൾ സിയറു അലാമിൻ നുബലായിൽ പറഞ്ഞതായി കാണാം, കാന സലഫിയൻ, അദ്ദേഹം സലഫി ആയിരുന്നു. ഇന്ന് ചില ആളുകൾ കരുതുന്നത് സലഫി എന്ന പേര് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അല്ല, ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണത്. ദാറഖുത്നിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കാന സലഫിയൻ, അദ്ദേഹം സലഫി ആയിരുന്നു. ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ദുൽ ബർറിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം സംസാരിച്ചതായി കാണാം, കാന സലഫിയൽ ഇഅ്തിഖാദ്, അദ്ദേഹം സലഫി വിശ്വാസമുള്ള ആളായിരുന്നു എന്ന് ഇബ്നു അബ്ദുൽ ബർറിനെ കുറിച്ച് ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ സലഫി എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. അതിനാണ് മൻഹജു, അവരുടെ മൻഹജിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, പക്ഷേ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം. നാം ഈ തെളിവുകളൊക്കെ പഠിക്കുക, ഈ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക, അവരുടെ മാർഗമാണ് ശരി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വിഷയം വന്നാലും നിങ്ങൾക്ക് വ്യക്തമാണ് ഈ വിഷയത്തിൽ സ്വഹാബത്തിന് വിശ്വാസം എന്തായിരുന്നു. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ അരികിൽ ഒരാൾ സംസാരിക്കുമ്പോൾ പറയാണ്, നമ്മുടെ നാട്ടിൽ നല്ലൊരു വിഭാഗം മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലായിടത്തുമുണ്ട്. പലരും വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞു, നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ, അവർക്ക് ധാരാളം ദാഇമാരുണ്ട്. ഇനി ഏതാണ് നേരായ മാർഗം എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുന്നു അല്ലാഹു എല്ലായിടത്തുമുണ്ട്. നിങ്ങൾ അയാളോട് ചോദിക്കുക, ഖുർആനിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്താണ്? അല്ലാഹു ആകാശത്താണ്. സ്വഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്താണ്. മുആവിയ ഇബ്നുൽ ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം,
ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നു. അവരോട് പ്രവാചകൻ ചോദിക്കുന്നു, അള്ളാഹു എവിടെയാണ്? ആ സ്വഹാബി വനിത അവർ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ്. ഇനി നിങ്ങളോട് സംസാരിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക, പ്രവാചകൻ പഠിപ്പിക്കുന്നു അള്ളാഹു ആകാശത്താണ്, ഹദീസിൽ ആ സ്വഹാബി പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണ്. ഇതാണ് സിറാത്തുല്ലാഹിൽ മുസ്തഖീം. ഇതിൽ നിന്ന് മാറി വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ധാരാളം വഴികളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ എന്താണ് പ്രമാണം? സഹാബത്തിന്റെ ആധാറുകൾ അതുപോലെ ഖുർആനും സുന്നത്തും നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അതിൽ നിന്ന് മാറി അല്ല അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ എന്താണ് മാനദണ്ഡം? ഒരു മാനദണ്ഡവും ഇല്ല, ഒരു തെളിവും അവർക്കില്ല. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ഫഹ്മുസ് സലഫ് നാം എപ്പോഴും മുൻഗണന നൽകുക. സലഫി മൻഹജ് എന്ന് പറയുന്നത് സഹാബത്ത് എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അങ്ങനെ നിങ്ങൾ ദീന് മനസ്സിലാക്കലാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സലഫിയത്ത് എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നതിനാണ് അൽ മൻഹജുസ് സലഫി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ആളുകൾക്ക് അതേപോലെ എത്തിച്ചു കൊടുക്കുകയും വേണം. ഇന്ന് പല ആളുകളും സലഫിയത്ത് എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? പലരും കരുതുന്നു അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കൊണ്ടുവന്ന എന്തോ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന എന്തോ ഒരു കാര്യമാണ്. ഒരു സാങ്കല്പികമായി ഈ രണ്ടുപേരും ലോക ചരിത്രത്തിൽ ഇല്ല എന്നിരിക്കട്ടെ, അവർ രണ്ടുപേരും വന്നില്ല എന്നിരിക്കട്ടെ, സലഫി ദഅവത്തിന് എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല. കാരണം അത് ഖുർആനും സുന്നത്തും സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന മൻഹജാണ്. അതല്ലാതെ ഇബ്നു തൈമിയയിലേക്കോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്കോ ചേർന്ന് കിടക്കുന്ന ഒരു ദഅവത്തല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ സലഫിയത്തിന്റെ സുന്ദരമായ മുഖം എത്തിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കണം. ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക, അതേ ഉള്ളൂ ഉദ്ദേശം. അതല്ലാതെ സലഫി എന്ന പേരല്ല ഉദ്ദേശം, മറിച്ച് ആ ഒരു ഉദ്ദേശം ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് സലഫി എന്ന പേരുകൾ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിയത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ പേരുണ്ടായിരുന്നോ? ആ പേര് ഉണ്ടായിരുന്നില്ല. അന്ന് മുസ്ലിമീങ്ങൾ അറിയപ്പെട്ടത് അള്ളാഹു പറഞ്ഞതുപോലെ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്ന ഒരു പേരിൽ മാത്രമാണ്. പിന്നീട് എപ്പോഴാണ് മറ്റു പേരുകൾ വന്നു തുടങ്ങിയത്? സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇന്നി ഉഖ്ബറു ബിമൗതി റജുലി മിൻ അഹ്ലി സുന്നഹ് വകഅന്നി ഫഖദ്തു ബഅള അഅളാഇ. ഇമാം മർവസി ഇബ്നു മഈൻ റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഫവായിദുകളായി ഉദ്ധരിക്കുന്ന അയ്യൂബ് സഖ്തിയാനിയുടെ ഒരു ഖൗലാണ്. അദ്ദേഹം പറയുന്നു, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണം ഞാൻ കേൾക്കുമ്പോൾ എന്റെ ഒരു അവയവം എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന താബിഈ അഹ്ലുസുന്ന എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ വ്യാപകമായിരുന്നില്ല. ഇബ്നു അബ്ബാസിലേക്ക് ചില റിവായത്തുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ ദുർബലതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരും മുസ്ലിമീങ്ങൾ എന്നറിയപ്പെട്ടു. പിന്നീട് അഹ്ലുസുന്ന എന്നറിയപ്പെടാനുള്ള കാരണം ബിദ്അത്തിന്റെ ആളുകൾ വന്നപ്പോൾ എല്ലാവരും, ബിദ്അത്തിന്റെ ആളുകളും ബിദ്അത്തില്ലാത്തവരും മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് വ്യതിരക്തമാകാൻ വേണ്ടിയാണ് അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിക്കപ്പെട്ടത്. അങ്ങനെ പിന്നീട് ബിദ്അത്തിന്റെ ആളുകൾ അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിച്ചു. അപ്പോഴാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ സലഫികൾ എന്ന പേര് സ്വീകരിച്ചത്. ഇനി മറ്റൊരു പേര് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. കാരണം സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ ബിദ്അത്തിന്റെ ആളുകൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ ആളുകൾ പറയും, എന്നിട്ട് അവർ ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കും. എന്നാൽ ഫഹ്മുസ് സലഫ് ഒരാൾക്കും ദുർവ്യാഖ്യാനം നടത്താൻ സാധ്യമല്ല. സ്വഹാബത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിൽ ദുർവ്യാഖ്യാനം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഫഹ്മുസ് സലഫിൽ ഒരിക്കലും മാറ്റം വരികയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഫഹ്മുസ് സലഫ് അത് നമുക്ക് തെളിവാണ്. സ്വഹാബത്ത് എങ്ങനെ ദീന് മനസ്സിലാക്കിയോ അത് നമുക്ക് തെളിവാണ്. ഈ സലഫിയത്തിന്റെ ഒരു നുബ്ദ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സമയം പരിഗണിച്ചുകൊണ്ട് പറയാം. അതിന് വ്യക്തമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. തൗഹീദി ദഅവത്തിലേക്കുള്ള ക്ഷണം, സുന്നത്തിന്റെ കാര്യത്തിലുള്ള കൂടുതൽ ശ്രദ്ധ, അതിലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് പലതും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സലഫി ദഅവത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൽമ് പഠിക്കുന്നതിന് പ്രാധാന്യം നൽകുക. സലഫി ദഅവത്തിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ് ഇൽമ് പഠിക്കുന്നതിന് നിങ്ങൾ പ്രാധാന്യം നൽകുക എന്നുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അവഗാഹം നൽകും. അതിനെ വിശദീകരിക്കുമ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞു, ഒരു വ്യക്തിക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം നൽകുമെന്ന് പറഞ്ഞാൽ, ദീനിൽ അവഗാഹമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, അവൻ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ദീൻ അറിയില്ല, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് നിസ്കാരത്തെ കുറിച്ച് അറിയാം, സകാത്തിനെ കുറിച്ച് അറിയാം, മറ്റൊരാൾക്ക് നിസ്കാരം മാത്രമേ അറിയൂ. ഇതിൽ ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഖൈർ ഉദ്ദേശിച്ചത്? നിസ്കാരത്തെ കുറിച്ചും സകാത്തിനെ കുറിച്ചും അറിവുള്ളവൻ. ഇങ്ങനെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തുക, എനിക്ക് എത്ര കാര്യങ്ങൾ അറിയാം, അള്ളാഹു എനിക്ക് എത്രമാത്രം ഖൈർ ഉദ്ദേശിച്ചു എന്നത് സ്വന്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. നാം ഇന്ന് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നാം ഒന്നിരുന്ന് ചിന്തിക്കുക, എനിക്ക് എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. നാം ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് വിഷയം വ്യക്തമാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അവഗാഹം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്നു ജമാഅത്തുൽ കിനാനി അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമിഇൽ ഉദ്ധരിച്ചതുപോലെ, കഫാ ബിൽ ഇൽമി ശറഫൻ അൻ യദ്ദഇയഹു മൻ ലാ യുഹ്സിനു. അറിവില്ലാത്ത ആളുകളും പറയും എനിക്കറിയും. അത് തന്നെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആരും സ്വന്തമായി ഞാൻ അറിവില്ലാത്തവനാണ്, ജാഹിലാണെന്ന് പറയാൻ ഇഷ്ടപ്പെടില്ല. എല്ലാവരും പറയും നമുക്കറിയാം. അത് തന്നെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ പഠനത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ്. നിർബന്ധമായും എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ഇന്നു മുതൽ തീരുമാനം എടുക്കുക, പഠനത്തിന് പ്രാധാന്യം നൽകും. എത്ര മണിക്ക് ഇശാ ബാങ്ക്? 8:01 അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നന്നായി പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ്. പഠിക്കാൻ നിർബന്ധമായും സമയം കണ്ടെത്തിയേ പറ്റൂ. എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്താണ് പഠിക്കേണ്ടത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഇൽമ് 2 തരത്തിലാണ്. ഒന്ന്, എല്ലാവർക്കും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നാം ആദ്യമായി പഠിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറഞ്ഞതുപോലെ, ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ, നമ്മുടെ ദീനിനെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നാം പഠിക്കുക. ഇത് ഒന്നാമത്തെ വാജിബാണ്. സലഫി ദഅവത്തിന്റെ ഉസൂലുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ വാജിബാണ് നമ്മുടെ ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നാം പഠിക്കുക എന്നുള്ളത്. അത് പഠിച്ചില്ല എങ്കിൽ നാം കുറ്റക്കാരായി തീരും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചവരാണോ നമ്മളെല്ലാവരും? നിസ്കാരത്തെ കുറിച്ച് പരിപൂർണമായി അറിയാം എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആളുകൾ സദസ്സിലുണ്ട്? എനിക്ക് നിസ്കാരത്തെ കുറിച്ച് ഏത് മസല ചോദിച്ചാലും ഇൻഷാ അള്ളാഹ്, അഥവാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ വരുന്ന കാര്യങ്ങൾ അതറിയാം എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഞാനൊരു ചോദ്യം ചോദിക്കാം. നിസ്കാരത്തിൽ 3-ാമത്തെ റക്അഅത്തിലും 4-ാമത്തെ റക്അഅത്തിലും സൂറത്ത് ഓതുന്നതിന്റെ വിധി എന്താണ്? എന്താണ് വിധി? നിസ്കാരത്തിൽ 2 സുജൂദിനിടയിൽ കാലുകൾ കുത്തിവെച്ചിരിക്കുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണോ? ഇപ്പൊ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയതോ? എപ്പോഴും ഇരിക്കാൻ പാടില്ല, മറിച്ച് 2 സുജൂദിനിടയിൽ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഇങ്ങനെ നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പൊ ജുമുഅ നിസ്കാരത്തിന് ശേഷം എത്ര റക്അത്ത് സുന്നത്താണുള്ളത്? ആരാ 12 പറഞ്ഞേ? ആരാ 12 പറഞ്ഞോ? ഇല്ല. എത്രയാ പറഞ്ഞത്? 4 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 6 വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമാക്കളിൽ വന്നിട്ടുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമുക്ക് പല ആളുകൾക്കും നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മസായിലുകൾ പോലും വ്യക്തമായ ധാരണയില്ല. ഇപ്പൊ നമ്മൾ റുക്കൂഇലേക്ക്, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈയാണോ വെക്കേണ്ടത്, മുട്ടാണോ വെക്കേണ്ടത്?
സ്വഹാബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആധാറുകൾ എന്താണ് ആ വിഷയത്തിൽ? ആദ്യം കൈവെക്കണം. ഇത് ഖിലാഫുണ്ട് എന്നുള്ളത് തെളിവല്ല, അത് മറുപടിയല്ല. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം കൈയാണ് വെക്കാറുണ്ടായിരുന്നത്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം മുട്ടാണ് വെക്കാറുണ്ടായിരുന്നത്. ഇതൊരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ദീനിൽ എന്ത് എളുപ്പമുണ്ട്? അവൻ ഈ വിഷയങ്ങൾ പഠിക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതിന് എത്ര സീഗകൾ വന്നിട്ടുണ്ട്? ഏതൊക്കെയാണ്? ആ 25 സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25. തയ്യിബ്, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് നാം പഠിക്കുക. ഇനി നാം കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ഉംറയെ കുറിച്ച് പരിപൂർണമായി പഠിക്കുക. ഹജ്ജിന് പോകുന്നെങ്കിൽ ഹജ്ജിനെ കുറിച്ച് പഠിക്കുക. നമ്മുടെ കയ്യിൽ സമ്പാദ്യമുണ്ടെങ്കിൽ സകാത്തിനെ കുറിച്ച് പഠിക്കുക. ഇങ്ങനെ നമുക്ക് നിർബന്ധമായി നാം പഠിക്കേണ്ട ഇൽമുകൾ ധാരാളമുണ്ട്. അത് പഠിച്ചില്ല എങ്കിൽ ഒരു അടിമ പാപിയായി തീരും. അതല്ലാത്ത ഇൽമുകളെ കുറിച്ച് ഒരുവൻ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹിന്റെ മുമ്പിൽ. ഇപ്പൊ നമുക്ക് വാജിബല്ലാത്തൊരു കാര്യം, അതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് വിചാരണ ചെയ്യോ? നമുക്കത് ബാധ്യതയുണ്ടോ? ലോക മുസ്ലിമുകളുടെ ബാധ്യത നമ്മുടെ തലയിലുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിചാരണ ചെയ്യുക. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ സകാത്ത്, നമ്മുടെ ഇബാദത്തുകൾ, ഇതാണ് നാം ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടത്. എന്നാൽ ഇന്ന് പല സഹോദരങ്ങളും അങ്ങനെയാണോ നടക്കുന്നത്? സ്വന്തം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർക്ക് അറിവില്ല, നിസ്കാരത്തിലുള്ള സുന്നത്തുകളെ കുറിച്ച് അറിയില്ല. അവരുടെ ചർച്ചകളോ വലിയ കാര്യങ്ങൾ, വലിയ വിഷയങ്ങൾ, അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഇത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും സലഫി മനഹജിൽ പെട്ടതല്ല. അപ്പോൾ നാം ഒന്നാമതായി പ്രയോരിറ്റി നൽകേണ്ട വിഷയം നമ്മുടെ ഇബാദത്തുകളാണ്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് പറഞ്ഞതുപോലെ നമ്മുടെ ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ. ഇത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇനി മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക, ബിഇദ്നില്ലാഹ് ഞാൻ പഠിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതായി, യഹ്യ ഇബ്നു മുഹന്ന അശ്ശാമി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, ഇൽമ പഠിക്കാൻ നാം മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? എന്റെ അറിവില്ലായ്മ മാറ്റണം. എനിക്ക് അള്ളാഹുവിനെ അറിവോടുകൂടി ഇബാദത്ത് ചെയ്യണം. രണ്ടാമത്തേത്, എന്റെ വീട്ടിലുള്ള ആളുകൾ, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കണം. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ ഹയാത്താക്കാൻ എനിക്ക് സാധിക്കണം. ഇമാം അഹ്മദ് പറയാറുണ്ട്, ഞാൻ ഏത് ഹദീസ് ഉദ്ധരിച്ചാലും അതനുസരിച്ച് ഒരു തവണയെങ്കിലും ഞാൻ അമൽ ചെയ്യാൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്ത ശേഷം അബൂ തൈബ റളിയല്ലാഹു അൻഹുവിന് ഒരു ദീനാർ നൽകിയെന്ന ഹദീസ് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഹിജാമ ചെയ്യുകയും ആ ഹിജാമ ചെയ്ത വ്യക്തിക്ക് ഒരു ദീനാർ ഞാൻ നൽകുകയും ചെയ്തു എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതായി സീറ അലാമുൻ നുബലായിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സുന്നത്തിനെ ഹയാത്താക്കുക, ഇൽമനുസരിച്ച് അമൽ ചെയ്യുക എന്നൊരു ഉദ്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഹൃദയം നാം ശുദ്ധീകരിക്കുക, പാപങ്ങളുടെ കറകളിൽ നിന്ന് ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കുക. ഇതാണ് സലഫി ദഅവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിർബന്ധമായും നിങ്ങൾ ഇന്നു മുതൽ തീരുമാനമെടുക്കുക, ഞാൻ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഇൽമ് ഇഖ്ലാസോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചത് എന്നതിന്റെ ആധാറുകൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദീനി പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ദീനി പഠനം ഇന്നു മുതൽ തീരുമാനം എടുക്കുക, ബിഇദ്നില്ലാഹ് ഞാൻ ശ്രദ്ധിക്കും. അതിന് മനസ്സ് ശുദ്ധിയാക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക, പിന്നീട് അത് മുറാജഅ ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പറയാനുണ്ട്, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നാം ഇന്നു മുതൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ദീന് പഠിക്കാൻ ഇനി മുതൽ നിർബന്ധമായും ഒരു സമയം കണ്ടെത്തുകയും അതിനു വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സലഫി ദഅവത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് സൽ സ്വഭാവം ഉണ്ടാവുക എന്നത്. നമ്മുടെ സ്വഭാവം നാം നന്നാക്കുക, എല്ലാവരോടും നല്ല നിലയിൽ നാം പെരുമാറുക. അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന സഈമുൻ ബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസന ഖുലുഖു. സ്വഭാവം നന്നാക്കിയവന്
സ്വർഗത്തിൽ ഉന്നതമായ ഒരു ഭവനം നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നാം ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സ്വഭാവം എത്രമാത്രം നല്ലതാണ്. നമ്മുടെ ഭാര്യയുടെ അരികിൽ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അവരോടൊക്കെ എത്രമാത്രം നല്ല സ്വഭാവത്തിലാണ് നാം പെരുമാറുന്നത്. നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, എങ്ങനെയാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹത്തോട് പറഞ്ഞു, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, നീ നിന്റെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക, വബ്കി അലാ ഖതീഅതിക്, നിന്നിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ചിന്തിച്ച് നീ കരയുക. ഇത് ചെയ്താൽ നിനക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ തെറ്റുകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ ചിന്തിച്ച് നാം കരയുന്നതിന് പകരം അങ്ങനെ ഒരു ചിന്ത പോലും പല ആളുകളുടെ മനസ്സിലില്ല. മൗനം പാലിക്കുക, ആവശ്യത്തിൽ മാത്രം നീ ഇടപെടുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് പറയുന്നത്? ഇന്ന് പല ആളുകളും ഏതൊരു വിഷയം വന്നാലും മുസ്ലിമീങ്ങളുടെ വലിയ വലിയ മസലകളിൽ അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയിലാണ്. വലിയ ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിസ്കാരവും സക്കാത്തും അറിയാത്തവനിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടാകും. ഇതെന്ത് ദീനാണ്? ഇങ്ങനെയാണോ നമ്മൾ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഇത്ര നിസ്സാരമാണോ ദീനിന്റെ വിഷയങ്ങൾ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമത നജ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞതായി ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ ഉദ്ധരിച്ചതായി കാണാം. ഒരു കാര്യം നീ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നീ ചിന്തിക്കുക, ഇത് സംസാരിച്ചാൽ ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാവുക? ഉപകാരമാണെങ്കിൽ നീ സംസാരിക്കുക, ഉപദ്രവമാണെങ്കിൽ നീ മിണ്ടാതിരിക്കുക. ഉപകാരമാണോ ഉപദ്രവമാണോ എന്നറിയില്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞതായി ഹാഫിദ് നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖ. തന്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ടും തന്റെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി തർക്കം ഉപേക്ഷിക്കുന്നവന്, തർക്കിക്കാതിരിക്കുന്നവന് സ്വർഗത്തിന്റെ അതിരുകളിൽ വീട് നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അനാവശ്യമായ ആളുകളോട് തർക്കിക്കാതിരിക്കുക. നമ്മൾ ഇന്ന് എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സലഫി സഹോദരങ്ങൾക്കിടയിൽ അനാവശ്യമായ തർക്കങ്ങൾ, ദീനി മസായിലുകളുടെ പേരിൽ അനാവശ്യമായ തർക്കങ്ങൾ തർക്കിക്കുകയും അതിന്റെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ആളുകൾ. രണ്ട് ദാഇമാർ തമ്മിൽ അവരെന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണത്താൽ സാധാരണക്കാരായ ആളുകൾ, അവരുടെ ദർസുകൾ കേൾക്കുന്ന ആളുകൾ, അവർക്കിടയിൽ പരസ്പരം വിദ്വേഷവും ദേഷ്യവും വെച്ച് നടക്കുന്നു. ഇതാണോ സലഫിയത്ത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഏതൊരു മസല അഭിപ്രായ വ്യത്യാസം വന്നാലും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഉലമാക്കൾ, പ്രത്യേകിച്ച് സമീപകാലം ജീവിച്ചവർ, ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ഇബ്നു ഉസൈമീനും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അവരെങ്ങനെയായിരുന്നു വിഷയത്തെ സമീപിച്ചിരുന്നത്? ഇന്ന് അഭിപ്രായ വ്യത്യാസം നടക്കുന്ന പല മസലകളും, ഇതേ മസലകൾ ഈ മൂന്ന് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കിടയിൽ ബാങ്ങൂടുക ഇങ്ങനെ 20 മിനിറ്റ് നമസ്കാരത്തിന് ഇതേ വിഷയങ്ങൾ ആ ഉലമാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നില്ല, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പല സഹോദരങ്ങളും പരസ്പരം കണ്ടാൽ മിണ്ടുന്നില്ല. എന്താണ് കാരണം? ദീനി വിഷയങ്ങൾ ഇസ്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിച്ച വിഷയങ്ങളിൽ പരസ്പരം ബന്ധം വിച്ഛേദിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അതൊരിക്കലും പ്രിയപ്പെട്ടവരെ സലഫിയത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുക. മറ്റുള്ളവർക്കിടയിൽ, തുല്ലാബുകൾക്കിടയിൽ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കാരണത്താൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലുള്ളവർ, അവരുമായി ബന്ധം വിച്ഛേദിക്കാതിരിക്കുക. എല്ലാവർക്കും നാം ഖൈർ ആഗ്രഹിക്കുക, എല്ലാവരും നന്മയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. നമ്മുടെ സഹോദരനെ ഒരു ദിവസം കണ്ടിട്ടില്ല എങ്കിൽ അവനെ സ്നേഹത്തോടെ അവനോട് ചോദിക്കുക, എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ജാബിറിനോട് ചോദിക്കുന്നു, യാ ജാബിർ മാലി അറാക മുൻകസറ, ജാബിറെ നിനക്ക് എന്തോ പ്രയാസമുണ്ടെന്ന് തോന്നുന്നല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ കടമാണ്, ബുദ്ധിമുട്ടാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ
സാബിത്ത് ബിൻ ഖൈസിനെ കാണുന്നില്ല. സഅദിനോട് ചോദിക്കുന്നു, സഅദേ, നിന്റെ അയൽവാസിയായ സാബിത്ത് കുറച്ച് ദിവസമായല്ലോ അദ്ദേഹത്തെ കണ്ടിട്ട്, അദ്ദേഹം എവിടെ പോയി? ഈ രൂപത്തിൽ പരസ്പരം സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടാകാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്. ഒരൊറ്റ ശരീരം പോലെ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ, പരസ്പരം അനുകമ്പ കാണിക്കേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ചെറിയ വിഷയങ്ങളിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ദീന് വിശാലമാക്കിയ കാര്യങ്ങളിൽ പരസ്പരം തർക്കിക്കേണ്ടവരല്ല നമ്മൾ. ഇമാം അഹ്മദും ഇമാം ഷാഫിഈയും എത്ര വിഷയങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഇമാം അഹ്മദ് ഒരിക്കൽ രോഗിയായപ്പോൾ ഇമാം ഷാഫിഈ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. ശേഷം ഇമാം ഷാഫിഈ റഹിമഹുല്ല ഇമാം അഹ്മദിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഫضല് കൊണ്ടാണ്, അദ്ദേഹം അതിനെ അർഹിക്കുന്നു. ഇനി അദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നാലും അത് അദ്ദേഹത്തിന്റെ ഫضലിനെയാണ് അറിയിക്കുന്നത്. എന്നെ പോലെയുള്ള ഒരാളെ ഇമാം അഹ്മദ് കാണാൻ വേണ്ടി വരുന്നു. ഇമാം ഷാഫിഈ ഇമാം അഹ്മദിന്റെ ഉസ്താദാണ്. എന്നിട്ട് കൂടി അവർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, സമയം കുറവായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ തമ്മിലുള്ള തർക്കങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കാരണമാകരുത്. നാം പരസ്പരം സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുക. ഏതൊരു മസ്അല നിങ്ങളുടെ മുമ്പിൽ വന്നാലും, ഞാൻ പറഞ്ഞുവല്ലോ, ഈ 3 പണ്ഡിതന്മാരുടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെക്കുക, ഷെയ്ഖ് ഇബ്നു ബാസും ഇബ്നു ഉസൈമിനും അൽബാനിയും. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ശത്രുത ഉണ്ടായിരുന്നില്ല. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു, പരസ്പരം അവർ സ്നേഹിച്ചു. ഷെയ്ഖ് അൽബാനി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഇവിടുന്ന് മറുപടി പറയും. എന്നാൽ ഷെയ്ഖ് അൽബാനി ഒരു മസ്അലയിൽ തെറ്റുപറ്റിയാൽ ഷെയ്ഖ് ഇബ്നു ബാസ് പറയും, അൽബാനിക്ക് തെറ്റുപറ്റി. ഇഅ്തിദാലിൽ കൈകെട്ടുന്നത് ബിദ്അത്താണെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, അൽബാനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഹദാഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകട്ടെ. പക്ഷെ അവർക്കിടയിൽ സ്നേഹം നിലനിന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് വിശാലമാക്കിയ കാര്യങ്ങൾ ഒരു കാരണവശാലും കുടുസാക്കുക എന്ന് പറയുന്നത് സലഫി മനഹജിൽ പെട്ടതല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബത്തിന്റെ കാലഘട്ടം മുതലേ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് എന്നത് നാം മനസ്സിലാക്കുക. പരസ്പരം സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കുക. നിസ്സാരമായ കാര്യങ്ങളിൽ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവരത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവസാന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മാർഗത്തിൽ എനിക്ക് വേണ്ടി സ്നേഹിച്ച ആളുകൾ, പരസ്പരം സ്നേഹിച്ചവർ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല, അർശിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ അല്ലാഹു അവർക്ക് തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ വെറുതെ നിസാരമായ കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ സ്നേഹിക്കുക. ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സൽ സ്വഭാവങ്ങൾ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നാം അനുധാവനം ചെയ്യുക. സഹാബത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാര സമയമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്